നമസ്കാരം. ഇന്ന് അർദ്ധരാത്രി മുതൽ അഖിലേന്ത്യാ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രേഡ് യൂണിയനുകൾ. ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് CUT ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ ശ്രീ PV കുഞ്ഞപ്പനാണ്. എന്താണ് താങ്കൾക്ക് ഈ പണിമുടക്കിനെ കുറിച്ച് പറയാനുള്ളത്? വളരെ പ്രധാനപ്പെട്ട 13 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ തൊഴിലാളികൾ ഈ പണിമുടക്ക് സംഘടിപ്പിക്കുന്നത്. വളരെ പ്രധാനമായിട്ടും ബ്രിട്ടീഷ് ഭരണകാലത്തും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിലെ തൊഴിലാളികൾ നടത്തിയ നിരന്തരമായ പോരാട്ടത്തെ തുടർന്നാണ് 29ഓളം നിയമങ്ങൾ തൊഴിലാളികൾക്ക് അനുകൂലമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ആ നിയമങ്ങളെല്ലാം ഇപ്പോൾ ഭരണാധികാരത്തിലിരിക്കുന്ന ഭരണാധികാരികൾ ഭേദഗതി ചെയ്ത് 4 കോഡുകളാക്കി മാറ്റി ആ നിയമ ഭേദഗതി ഇന്ത്യയിലാകെ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ നിയമ ഭേദഗതി എന്ന് പറയുന്നത് അങ്ങേയറ്റം തൊഴിലാളി ദ്രോഹകരമായിട്ടുള്ള നിയമ ഭേദഗതിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ഥിരം തൊഴിൽ എന്ന് പറയുന്നത് വേണ്ടതില്ല എന്നതാണ് ഇതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. എല്ലാം കരാറടിസ്ഥാനത്തിൽ ഏത് വ്യവസായ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന തൊഴിലാളികളെ എത്ര വർഷക്കാലം വേണമെങ്കിലും കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യിക്കുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം തൊഴിലുടമക്ക് നൽകുന്നു എന്നതാണ് ഈ നിയമത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ നിയമം പാർലമെൻറ്റ് അവതരിപ്പിച്ചപ്പോൾ ആ നിയമത്തിനെതിരായിട്ട് ഒരു MP മാത്രമാണ് അന്ന് പാർലമെൻറ്റിനകത്ത് എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിച്ചത്. അത് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഇടതുപക്ഷ MP മാത്രമാണ്. അതിനുശേഷം രാജ്യസഭയിൽ ഇത് അവതരിപ്പിച്ചപ്പോൾ 12 MPമാർ DMK MPമാർ ഉൾപ്പെടെ 12 പേർ അതിശക്തമായ നിലയിൽ തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള ഈ ലേബർ കോഡ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധിച്ചപ്പോൾ ആ പ്രതിഷേധിച്ച 12 ആളുകളെയും സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയതിന് ശേഷമാണ് ഈ നിയമം പാസ്സാക്കിയെടുത്തത് എന്നതാണ്. തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സംരക്ഷണവും, ഗ്രാറ്റുവിറ്റി, ലീവ് ആനുകൂല്യങ്ങൾ, പ്രോവിഡന്റ് ഫണ്ട്, ESI ഉൾപ്പെടെയുള്ള ബോണസ് ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇതിൽ നിഷേധിക്കുകയാണ്. മറ്റൊന്ന്, ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് വേണ്ടി മിനിമം വേജസ് ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ മിനിമം വേജസ് എന്ന് പറയുന്നത് ഇനി ആ ആക്ട് നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി കഴിയില്ല എന്നതാണ്. കേരളത്തിലൊക്കെ 5 വർഷം കൂടുന്ന അവസരത്തിൽ തൊഴിലാളികളുടെ മിനിമം വേജസ് പുതുക്കി നിശ്ചയിക്കാറുണ്ട്. ഈ കേന്ദ്ര ഗവൺമെൻറ് ഇനി പറയുന്നത് ഇനി മിനിമം വേജസ് എന്ന് പറയുന്ന സംവിധാനം വേണ്ടതില്ല എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സംഘടിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നു. ജോലി സമയം 8 മണിക്കൂറാണ് നേരത്തെ നിശ്ചയിക്കപ്പെട്ടത്. അതിപ്പോൾ 12 മണിക്കൂറാക്കി വർദ്ധിപ്പിക്കുന്നതിനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. 8 മണിക്കൂർ ജോലി കഴിഞ്ഞാൽ 1 മണിക്കൂർ ഓവർ ടൈം വഴിയെടുത്തു കഴിഞ്ഞാൽ 2 മണിക്കൂറിൻ്റെ വേതനം നിലവിൽ തൊഴിലാളികൾക്ക് ലഭിക്കുമായിരുന്നു. അതിലാണ് ഭേദഗതി വരുത്തിയത്. ഇനി 12 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ തൊഴിലാളികൾക്ക് ഓവർ ടൈം വേജസ് എന്ന് പറയുന്നത് ലഭിക്കുകയുള്ളൂ എന്നതാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, ഷോപ്പുകളിലും മറ്റും ജോലി ചെയ്യുന്ന തൊഴിലാളികൾ 10 തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നിയമം ബാധകമാണ്. അതിലിപ്പോൾ ഭേദഗതി വരുത്തി 20 തൊഴിലാളികളോ അതിൽ കൂടുതൽ തൊഴിലാളികളോ ഉണ്ടെങ്കിൽ മാത്രമേ ഈ നിയമം അവർക്ക് ബാധകമാകൂ എന്നുകൂടെ പറഞ്ഞിട്ടുള്ളതില്ലാണ്. മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, തൊഴിലാളികൾ ഒരു 100 തൊഴിലാളികളോ അതിൽ കൂടുതൽ തൊഴിലാളികളോ ജോലി ചെയ്യുന്ന സ്ഥാപനം അടച്ചുപൂട്ടുകയാണെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് അംഗീകാരം വാങ്ങണം എന്നതാണ് നേരത്തെയുള്ള വ്യവസ്ഥ. അതിനിപ്പോൾ ഭേദഗതി വരുത്തി 300 തൊഴിലാളികളോ കൂടുതൽ തൊഴിലാളികളോ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അനുവാദം ആ സ്ഥാപനങ്ങൾ പൂട്ടുന്ന അവസരത്തിൽ വാങ്ങേണ്ടതുള്ളൂ എന്ന ഭേദഗതിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നതാണ്. ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് തൊഴിലാളികൾക്ക് അനുകൂലമായി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനമാണ്. അത് തികച്ചും മാറ്റി തൊഴിലുടമകൾക്ക് അനുകൂലമായി പോകേണ്ടുന്ന സ്ഥാപനമായിട്ട് അത് മാറ്റി തീർക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ്. ഇപ്പോഴൊരു തൊഴിലാളി സംഘടന ഒരു പണിമുടക്കം നടത്തണമെങ്കിൽ 15 ദിവസം മുമ്പേ സ്ഥാപനത്തിന് നോട്ടീസ് കൊടുക്കണം എന്നതാണ് നേരത്തെയുള്ള വ്യവസ്ഥ എന്ന് പറയുന്നത്. അത് ഭേദഗതി വന്നു. ഇപ്പോൾ വന്നിട്ട് ഭേദഗതി പ്രകാരം 2 മാസം മുമ്പേ നോട്ടീസ് കൊടുത്താൽ മാത്രമേ പണിമുടക്കം നടത്താൻ വേണ്ടി പാടുള്ളൂ എന്ന ഭേദഗതിയാണ് അതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അത് ലംഘിച്ചുകൊണ്ട് ആരെങ്കിലും പണിമുടക്കം നടത്തിയ ആളുകൾ ഒരു ദിവസം പണിമുടക്കിയാൽ 8 ദിവസത്തെ വേതനം കട്ട് ചെയ്യണം എന്ന വ്യവസ്ഥ കൂടി അതിനകത്ത് തൊഴിലുടമകൾക്ക് അനുകൂലമായി
കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടാണ് ഈ നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ത്യയിലെ 10ഓളം കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകളും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാരുടെ സംഘടനയും അതുപോലെ തന്നെ നമ്മുടെ വിവിധ ഫെഡറേഷനുകളും ചേർന്നുകൊണ്ടാണ് ഇന്ന് അർദ്ധരാത്രി മുതൽ ഈ പണിമുടക്ക് ആരംഭിക്കുന്നത്. ഈ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാവിധ സഹായവും പൊതുജനങ്ങളിൽ നിന്ന് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ബാങ്കിങ് മേഖലകൾ ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. ബാങ്കിങ് മേഖലയിൽ പണിമുടക്ക്, പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിന് ഏതെങ്കിലും വിട്ടുനിൽക്കുന്ന സംഘടനകളുണ്ടോ? ദേശീയ തലത്തിൽ INTUC സമരത്തിന് കൂടിയാണ് കേരളത്തിൽ അവർ വിട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. അല്ല, കേരളത്തിൽ INTUC ഇല്ല.